നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. അടുക്കളയിൽ വിളയുന്ന വിദ്യാഭ്യാസം. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഗവൺമെന്റ് LP സ്കൂളിന്റെ പാചകപ്പുരയിൽ. സ്കൂൾ പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനം പഴങ്കഥയായി. പമ്പയാറിന് കുറുകെ പാലം പണി പുരോഗമിക്കുന്നു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ പണി സുഗമമായി നടക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് തോമസ് ഐസക്. കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കോൺഗ്രസ് എന്നും തോമസ് ഐസക്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് ജനങ്ങളിൽ ഭീതി പരത്തി മങ്കൊമ്പ് ഔട്ടം തിരുനാൾ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായതും. സ്കൂൾ കെട്ടിടം അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് ജില്ലാ പഞ്ചായത്തും MLAയും MPയും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോഴും വഴിയാധാരമാണ്. വോട്ടിങ്ങിനെ പറ്റിയാണ് അത് എഴുതേണ്ടത്. വളരെ വൃത്തിയായിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നതാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നാണ് കവിവാക്യം. കവികൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഇരുട്ടത്തിരുന്ന് തപ്പിത്തടഞ്ഞ് പരീക്ഷ എഴുതേണ്ട ഗതികേടൊന്നും അവർക്ക് വന്നിട്ടില്ലല്ലോ. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂളിലെ ഒരു VHSC ക്ലാസിന്റെ അവസ്ഥയാണിത്. കാറ്റും വെളിച്ചവും കരണ്ടുമില്ലാത്ത ഇരുട്ട് മുറികളിലാണ് ഇവിടെ അധ്യയനം. ഇത് അധ്യാപകരുടെയോ വിദ്യാർത്ഥികളുടെയോ തെറ്റല്ല. പള്ളിക്കൂടം പണിയിൽ പോലും കൈയിട്ട് വരുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നെറുകേടിന്റെ ഫലമാണ്. അവിട്ടം തിരുനാൾ VHSC സ്കൂളിന്റെ തൊട്ടരികിലുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ പാചകപ്പുരയിലാണ് ഇടിഞ്ഞു വീണ സ്കൂളിലെ 7 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത്. A+B the whole square is equal to A square plus 2AB plus B square എന്ന് പഠിക്കുമ്പോൾ തൊട്ടടുത്ത് വാസ്കോഡി ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ ചരിത്രം മറ്റൊരു അധ്യാപകൻ പഠിപ്പിക്കുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞ് കുട്ടികൾ. ഇനി നമുക്ക് കുട്ടികൾ എന്ത് പറയുന്നുവെന്ന് നോക്കാം. 2 മാസമായി സ്കൂൾ കെട്ടിടം തകർന്നു വീണിട്ട് ഞങ്ങൾ 3 ക്ലാസ് റൂമുകൾ LP സ്കൂളിലെ ഭക്ഷണശാലയിൽ ഇരുന്നാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ പലവർക്കും അസൗകര്യമുണ്ട്. ടീച്ചർമാർ ഈ പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് ഒരു താങ്ങായി നിർത്തി പല സൗകര്യങ്ങൾ വെച്ച് ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. നെറ്റ് ബുക്ക് ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന പലതും ഈ ബഹളം മൂലം ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളിപ്പോൾ LP സ്കൂളിലെ മെസ് ഹോളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സൗകര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഭയങ്കര ചൂടായതുകൊണ്ട് ഫാനും ഒന്നുമില്ല. ഈ മാസം 28, 29 തീയതികളിലായി ശാസ്ത്രമേളകൾ നടക്കുകയാണ്. കലാശാസ്ത്ര വിഷയങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇക്കുറി പരിശീലനം നടത്തുവാനുള്ള സ്ഥലം പോലും സ്കൂളിലില്ല. ഇതും വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെയോ വീഴ്ചയല്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും പിടിപ്പുകേടാണ്. VHSC വിഭാഗത്തിൽ 110 കുട്ടികളും ഹൈസ്കൂൾ തലത്തിൽ 79ഓളം വിദ്യാർത്ഥികളും UPയിൽ 40 പഠിതാക്കളുമാണ് ഇവിടെ ഉള്ളത്. വിവിധ രാഷ്ട്രീയ നേതാക്കൾ സ്കൂൾ ഇടിഞ്ഞു വീണപ്പോൾ രേഖപ്പെടുത്തിയ ഞെട്ടലും പൊളിഞ്ഞ സ്കൂളിന് ചുറ്റും കിട്ടിയ വേലിയുമല്ലാതെ മറ്റൊരു നടപടിയും ഇതേവരെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സ്കൂളിലെ സയൻസ് ലാബിലാണ് ഇപ്പോൾ ടീച്ചേഴ്സ് റൂം പ്രവർത്തിക്കുന്നത്. സ്കൂളിനോട് ചേർന്നുള്ള ഓടിട്ട പഴയ കെട്ടിടം നവീകരിച്ച് ക്ലാസ് അങ്ങോട്ട് മാറ്റാം എന്ന് പറഞ്ഞിരുന്നു. താൽക്കാലിക ഷെഡ് അടിയന്തരമായി നിർമ്മിക്കുമെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. എന്നാൽ ഒന്നും നടന്നില്ലെന്ന് മാത്രമെന്ന് ഹെഡ്മിസ്സസ് പറയുന്നു. അധികാരികളെല്ലാം തന്നെ വന്നായിരുന്നു. ഉടൻ തന്നെ വേറെ ഒരു ബിൽഡിംഗ് താൽക്കാലികമായിട്ട് പണിത് തരാമെന്നും ഉള്ള ഒരു ബിൽഡിംഗ് മെയിൻ്റെനൻസ് ചെയ്തു തരാമെന്നും പറഞ്ഞു. പക്ഷേ നാളിതുവരെയും ഒരു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ 20 ലക്ഷത്തിലെ പുതിയൊരു ബിൽഡിംഗ് പണിതരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നാളിതുവരെ നമുക്കൊന്നും ലഭിച്ചിട്ടില്ല. മങ്കൊമ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് 2.5 മാസത്തോളം പിന്നിടുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് U പ്രതിഭാഹരിയും അതോടൊപ്പം തന്നെ കുട്ടനാട് MLA തോമസ് ചാണ്ടിയും കൊടിക്കുന്നിൽ സുരേഷ് MPയും ഒക്കെ അടിയന്തരമായി കെട്ടിടം പുനർനിർമ്മിച്ച് നൽകുമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതേവരെ ഒന്നും തന്നെ നടന്നിട്ടില്ല. ക്യാമറാമാൻ മർഡോണോ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ബില്ലുകൾ യഥാസമയം മാറി നൽകുന്നതുൾപ്പെടെ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും MP എന്ന നിലയിൽ നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പാലം പണി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം പരാതിയില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇനിയും സ്പീഡാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും
സമയബന്ധിതമായി തന്നെ പാല നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടനാടിന്റെ സമഗ്രമായ വികസനത്തിന് സഹായകരമാകുന്ന ഒരു പാലമാണ് ഈ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം. അതുകൊണ്ട് തന്നെ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിനും MP എന്ന നിലയിൽ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരെയും കോൺട്രാക്ടറെയും ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ചീഫ് എഞ്ചിനീയർ, പാലങ്ങളും റോഡുകളുടെയും ചീഫ് എഞ്ചിനീയറും അതുപോലെ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും ഈ നിർമ്മാണത്തിന് കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വളരെയധികം ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പാലം നിർമ്മാണമാണ് മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുള്ള ഒരു പാലമാണ്. എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലാവധി അവസാനിക്കുന്ന 2016 തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. DCC ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, അയ്യപ്പ കൈമൾ, അനിരുദ്ധൻ, രാജേഷ് മങ്ങാട്, ജോഷി കൊല്ലാറ, VR ദാസ്, ജോൺ തുടങ്ങിയവർ പാലം പണിയുടെ പുരോഗതിയും പാലത്തിന്റെ ആവശ്യകതയും MPയെ ബോധ്യപ്പെടുത്തി. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയ DMCയെ രാഷ്ട്രീയ ചരടുവലിയിലൂടെ നിലനിർത്താൻ ഒത്താശ ചെയ്യുന്നത് DCC പ്രസിഡന്റാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് കുടുംബശ്രീ പ്രവർത്തകർ സമരം നടത്തുന്നതെന്ന് തോമസ് ഐസക് MLA. ആലപ്പുഴയിൽ KCV വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിജിലൻസ് വളരെ സമഗ്രമായിട്ട് കുടുംബശ്രീ ഉണ്ടായ നാൾ മുതലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചോട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ. നമുക്കാർക്കും വിരോധമില്ല. പക്ഷേ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതണ്ട. ഇവിടെ ജനശ്രീ ഉണ്ടാക്കി കുടുംബശ്രീയെ താക്കാൻ ശ്രമിച്ചവര് ഇന്നിപ്പോ വേറെ രീതിയിൽ ആ പരിശ്രമം തുടരുന്നു എന്ന് മാത്രമേ ഞങ്ങൾ അതിനു മുമ്പ് മനസ്സിലാക്കുന്നു. ആലപ്പുഴയിലെ സംഭവം എന്താ? കുടുംബശ്രീ മിഷൻ അന്വേഷണം നടത്തി സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയതിന്റെ പശ്ചാത്തലത്തിൽ അനഭിമതനാണ്, DMC സ്ഥാനത്ത് തുടരാൻ ഉള്ള യോഗ്യനല്ല എന്ന് കണ്ടെത്തി തിരിച്ചയച്ച ആളെ, 3 മാസം ഓഫീസിൽ മാറിയെന്ന ആളെ, അയാളെ തന്നെ രാഷ്ട്രീയ ചടുവലിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. കോൺഗ്രസാണ് ഇവരുടെ രാഷ്ട്രീയം കളിക്കുന്നത്. കോൺഗ്രസിലൊരു വിഭാഗം, അല്ല ഞങ്ങളല്ല. ഏതായാലും പൊറക്കാട് പഞ്ചായത്തിലെ കണക്കുകളും ഓഡിറ്റ് നൽകിയിട്ടുള്ള എന്താണെന്ന് ഞാൻ കണ്ട് ഒരു ചുക്കുമില്ല. ഓഡിറ്റ് തന്നെ അത്തരത്തിൽ ഗൌരവമായിട്ടുള്ള കാര്യമല്ല അതിൽ പറയുന്നത്. സ്ത്രീകളോട് അപമര്യാദയായിട്ട് മോശമായിട്ട് പെരുമാറിയതിന്റെ പേരിൽ 3 മാസക്കാലം ഇവിടെ നിന്ന് മാറ്റിയാളെ ഇവിടുത്തെ DCC പ്രസിഡന്റും മറ്റും രാഷ്ട്രീയ ചരടുവടിയിലൂടെ തിരിച്ചു വീണ്ടും ആലപ്പുഴയ്ക്ക് കൊണ്ട് പുനഃപ്രതിഷ്ഠിക്കുന്നതിനെതിരായിട്ടാണ്. ആ സ്ത്രീകളെ അപമാനിക്കലാണ്. കുടുംബശ്രീ ആരംഭിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ വിജിലൻസോ മറ്റേത് ഏജൻസിയോ അന്വേഷിച്ചോട്ടെ. ജനശ്രീ ഉണ്ടാക്കി കുടുംബശ്രീയെ തകർക്കാൻ ശ്രമിച്ചവർ ഇന്ന് മറ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ശ്രമങ്ങൾ തുടരുകയാണ്. കുടുംബശ്രീയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണ്. കുടുംബശ്രീയെ എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് നോക്കുമ്പോൾ എങ്ങനെയും സംരക്ഷിക്കുവാൻ ശ്രമിക്കുമെന്നും തോമസ് ഐസക് MLA കൂട്ടിച്ചേർത്തു. KCV ന്യൂസ്, ആലപ്പുഴ. കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, കുട്ടനാട് പാക്കേജ് പൂർണ്ണമായും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കൂട്ടധർണ നടത്തിയത്. ധർണാ സമരം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആ സമരം സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. രാജവാഴ്ചയും ദിവാൻ ഭരണവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ജനാധിപത്യ സംവിധാനം ഈ നാട്ടിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമരവുമായിരുന്നു. അതേസമയം തന്നെ പണിയെടുക്കുന്ന വർഗത്തിനെതിരായിട്ടുള്ള ക്രൂരമായ ആക്രമണം. ജില്ലാ പ്രസിഡന്റ് KD മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ K. ശിവരാജൻ, TJ ആഞ്ചലോസ്, D. സുഗതൻ,
ആർ അനിൽകുമാർ, PSM ഹുസൈൻ, M സുകുമാരപിള്ള എന്നിവർ സംസാരിച്ചു. ഒരു നാടിന്റെ ജലോത്സവ ആവേശത്തിന് ചിറകുമുളയ്ക്കുന്നു. നടുഭാഗം പുത്തൻചുണ്ടന്റെ മലർത്തിവയ്പ് ചടങ്ങ് നടന്നു. നെടുമുടി ചമ്പക്കുളം മാപ്പിളശ്ശേരി പുതിയറയ്ക്കൽ വള്ളപ്പുരയിലാണ് ചടങ്ങ് നടന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ശില്പി കോയിൽമുക്ക് നാരായണൻ ആചാര്യയുടെ മകൻ സാബു നാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചുണ്ടൻ വള്ളം മലർത്തൽ ചടങ്ങ് നടന്നത്. ചമ്പക്കുളം നടുഭാഗം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളം ഇറങ്ങുന്നത്. നടുഭാഗം പുത്തൻചുണ്ടന്റെ മലർത്തിവർത്തകമാണ് ഇവിടെ നടന്നത്. ഈ നാട്ടിലെ ആപാലവർത്ത ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഓഹരി ഉടമകളുടെ വള്ളമായിട്ടാണ് ഇവിടെ ഈ വള്ളം നിർമ്മിക്കുന്നത്. 2015 ഫെബ്രുവരി മാസം ഈ വള്ളം നീരണിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സഹായവും സഹകരണത്തോടുകൂടി ജാതിമത ഭേദമന്യേ കക്ഷിരാഷ്ട്ര അതീതമായി എല്ലാ ജനങ്ങളും ഒരു ചടി കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭം നടത്തുന്നത്. ഇത് ഈ നാടിന്റെ സാംസ്കാരിക ഭൂമിയിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമാകുന്ന പ്രതീക്ഷയാണ്. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 6 മുതൽ 14 വരെ വാർഡുകളിലെ കുടുംബങ്ങളുടെ ഓഹരി പങ്കാളിത്തവും വള്ളത്തിനുണ്ട്. ചടങ്ങിൽ KB ജയകുമാർ, തോമസ് കുട്ടി കക്കാടംപള്ളി, ജോമി K, ഗ്രിഗറി കണ്ടങ്കളം തുടങ്ങിയവർ സംസാരിച്ചു. കേരളോത്സവം മാറ്റിവെച്ചു. ഈ മാസം 25, 26 തീയതികളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി സെക്രട്ടറി അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല.
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വേഴപ്ര ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ കണ്ണാടി വിതരണവും അനുമോദന യോഗവും ഞായറാഴ്ച നടക്കും. രാമഗിരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 നടക്കുന്ന പരിപാടിയിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 2.5 മണിക്കൂർ കൊണ്ട് ആംബുലൻസ് ഓടിച്ചെത്തിയ സുനിൽകുമാർ വളാഞ്ചേരിയെ ആദരിക്കും. മരുന്ന് വിപണി കുത്തകവൽക്കരണത്തിനെതിരെ യൂത്ത് ലീഗ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരുമ്പ് പാലത്തിന് സമീപത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് കമ്പിത്തപാൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി AM നസീർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കാൻ BJP ആഗ്രഹിക്കുന്നതെന്ന യാഥാർത്ഥ്യം അനുദിനം ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീസൽ വിലയുടെ നിയന്ത്രണം എടുത്തു മാറ്റിയത് വഴി വിദേശ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയ BJP പിന്നീട് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞ സംഭവം, അതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങളിലും പരിസ്ഥിതിയുടെ കാരണം പറഞ്ഞ് ഇന്ത്യ ഗവൺമെന്റ് ഏകദേശം 2800 കോടി രൂപയുടെ വ്യവസായം തടഞ്ഞു വെച്ചത് ഒരു ദിവസം യാതൊരു പരിസ്ഥിതിയുടെയും അംഗീകാരം വേണ്ടാത്ത വിധത്തിൽ ആ എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസ് നൽകുക വഴി കോടികളാണ് നരേന്ദ്രമോദിയും BJPയും രാജ്യത്തിന് നഷ്ടപ്പെട്ടത്. മണ്ഡലം പ്രസിഡന്റ് Y ജഹാദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് A റസാഖ്, A നൌഫൽ, ഷഫീർ PDAക്കൽ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി യുവതി യുവാക്കൾക്കായി മിലിറ്ററി പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് തിരഞ്ഞെടുപ്പ് നടന്നു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ യുവതി യുവാക്കൾക്കായാണ് പ്രീ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് മിലിറ്ററി പ്രീ റിക്രൂട്ട്മെന്റ് നടന്നത്. കോഴിക്കോട് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14-15 പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി പട്ടികജാതി യുവതി യുവാക്കൾക്ക് സായുധ സേന പരിശീലനത്തിന് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരിശീലനമാണ് ഇന്ന് രാവിലെ മുതൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 6,88,000 രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 92ഓളം ഉദ്യോഗാർത്ഥികൾ ഇന്നത്തെ ഈ നമ്മുടെ റിക്രൂട്ട്മെന്റിലേക്ക് പങ്കെടുത്തിട്ടുണ്ട്. 38 പേരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. റോബർട്ട് ജോൺസൺ, മായാദേവി, നിർമ്മല ഗണേഷ്, പട്ടികജാതി വികസന ഓഫീസർ ഷീജ ബീവി തുടങ്ങിയവർ സംസാരിച്ചു. CPI കുറിച്ചി ലോക്കൽ കമ്മിറ്റി സമ്മേളനം ഈ മാസം 26, 27 തീയതികളിൽ കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ നടക്കും. കുറിച്ചി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മണ്ഡലം സെക്രട്ടറി KT തോമസ് ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരണാധികാരികൾക്കും അസിസ്റ്റന്റ് വരണാധികാരികൾക്കുമായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് ക്ലാസ് നടന്നത്. നിയമ അവബോധനത്തിലൂടെ സംശുദ്ധ ഭരണം എന്ന വിഷയത്തിലായിരുന്നു പരിശീലനം. ഡെപ്യൂട്ടി തഹസിൽദാർ മുരളീധരൻ നായർ, KT ജോർജ്, AK രാമദാസപിള്ള തുടങ്ങിയവരും സംസാരിച്ചു. നമ്മൾ കെട്ടി വരുമ്പോഴത്തേക്കും ബാക്കി 690 രൂപ വരുമ്പോഴത്തേക്കും അടുത്ത കെട്ടിൽ നിന്നും എടുക്കാം. എന്നിട്ട് ആ അവസാനം മിച്ചം വരുന്നത് അടുത്ത പോളിംഗ് സ്റ്റേഷനിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ആദ്യമായിട്ട് നമ്പർ നൽകി എടുക്കുക. പിന്നെ ഒരു കെട്ടിൽ ബാക്കിയുള്ള അടുത്ത ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രിയോടൊപ്പം തലയിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകണം. പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം പറയണം, ബാലറ്റ് പേപ്പർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. അത് പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും ഇത് പോളിംഗ് ഒഫീഷ്യൽസിന്റെ കയ്യിലോ കൂടെ വരുന്ന പോലീസുകാരെ ഏൽപ്പിക്കരുത്. പിന്നെ ബാലറ്റ് പേപ്പർ കൂടെ വീട്ടിൽ പോരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കണ്ടല്ലേ, ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ പോളിംഗ് സ്റ്റേഷൻ തൊട്ട് അടുത്തായി എന്നാ പിന്നെ വീട്ടിൽ പോയി കിടന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ വന്നാൽ മതി കരുതി ബാലറ്റ് പേപ്പറൊക്കെ ആയിട്ട് പുള്ളിക്കാരി വീട്ടിൽ പോയി.
നാടൻ കലകളിൽ വിദ്യാർത്ഥികളെ പ്രാവീണ്യരാക്കുന്നതിനുള്ള മത്സരങ്ങൾ കുട്ടികൾക്ക് പ്രചോദനം നൽകുമെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ പറഞ്ഞു. വേഴപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിയനാട് ഉപജില്ലാ സാഹിത്യോത്സവത്തിന് AEO TP ഉദയകുമാരി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ഗോപകുമാർ, ജോസഫ് ചേക്കോടൻ, NV പ്രസന്ന, KP അജയ് ഘോഷ്, S ധനലക്ഷ്മി അമ്മാൾ, ബിനോ സേവ്യർ, P ലളിതാംബിക അന്തർജനം തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം CBSE യുവജനോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ 1ാം സ്ഥാനം ദേവി ഉണ്ണിമായ കരസ്ഥമാക്കി. ചക്കുളത്തുകാവ് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെയും രാജി അന്തർജനത്തിന്റെയും മകളാണ് ദേവി ഉണ്ണിമായ. ചെത്തിപ്പുഴ പ്ലാസ്ഡ് വിദ്യാവികാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഉണ്ണിമായ. ലൈറ്റ് ആൻഡ് സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷിക പൊതുയോഗം കാർത്തികപ്പള്ളി എക്സ് സർവീസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഈ മാസം 28-ന് ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന യോഗത്തിൽ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും സമരപരിപാടികളുടെ ആസൂത്രണവും നടക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് MK മംഗളാനന്ദൻ അറിയിച്ചു. ചരമവാർത്തകൾ. തലവടി തെക്ക് പ്രിയദർശിനി പള്ളിത്തെക്കേതിൽ നടരാജൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 12-ന് പുറമറ്റം ഗ്രേസ് ചർച്ച് വെണ്ണിക്കുളം സെമിത്തേരിയിൽ. ചമ്പക്കുളം കൈതാരം വീട്ടിൽ പ്രിയമ്മ വാസു നിര്യാതയായി. 49 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മങ്കൊമ്പ് കൊച്ചുപറമ്പിൽ ഓമനയമ്മ നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 1-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അടുക്കളയിൽ വിളയുന്ന വിദ്യാഭ്യാസം. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഗവൺമെന്റ് LP സ്കൂളിന്റെ പാചകപ്പുരയിൽ. സ്കൂൾ പുനർനിർമ്മിക്കുമെന്ന വാഗ്ദാനം പഴങ്കഥയായി. പമ്പയാറിന് കുറുകെ പാലം പണി പുരോഗമിക്കുന്നു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന്റെ പണി സുഗമമായി നടക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് തോമസ് ഐസക്. കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കോൺഗ്രസ് എന്നും തോമസ് ഐസക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.